ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ ഒരു ഭാഗം വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഒരു ഭാഗം ഭയങ്കര ദുർഗന്ധമായിരിക്കും ചില സമയത്ത് ഇതിൽ നിന്ന് വരുന്നത്. ഇതേപോലെ പുഴുക്കളും കൂത്താടികൾ വരെ ഇതിൽ നിന്ന് ഉണ്ടാവാം. സാധാരണ ഇതിൻ്റെ ഇതേപോലത്തെ രണ്ട് സ്ക്രൂ അഴിച്ചതിന് ശേഷമാണ് നമ്മളിത് പുറത്തേക്കെടുത്താണ് വെള്ളം കളയുന്നത്. ഇച്ചിരി പാടുള്ള പണിയാണ്. പക്ഷേ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഇതൊന്നും അഴിക്കാതെ തന്നെ ഇതിനകത്തെ ഫുൾ വെള്ളവും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈ പോലും തൊടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് വെള്ളം മൊത്തം കളയാൻ പറ്റും. നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു വലിയ ബോട്ടിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ബോട്ടിൽ വേണം, ചെറിയ ബോട്ടിൽ എടുക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ട്യൂബാണ്. നമ്മുടെ മേശിരിമാരൊക്കെ വെള്ളം അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് നോക്കുന്ന ട്യൂബ്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ ഈ ഭാഗത്ത് ഒരു ഹോൾട്ട് കൊടുക്കണം. ആദ്യം കത്രി ഉപയോഗിച്ച് തന്നെ ഒരു ഹോൾട്ട് കൊടുക്കാം. ഇതേപോലെ ആദ്യം ഒരു ചെറിയ ഹോളാക്കി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ചെറിയ ഹോളാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അകഭാഗത്തോടെ വേണം ഹോള് വലിപ്പം കൂട്ടാനായിട്ട്. പുറത്തൂടെ കിഴിക്കില്ല, അകത്തോടെ തന്നെ നിങ്ങളിങ്ങനെ കിഴിക്കണം. അതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇതേപോലെ ഒന്ന് ഹോളിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കണം. ഒരുപാട് വലിയ ഹോളും ആവാൻ പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിലിട്ടാൽ മതി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അത് കയറ്റി വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കണം, ലൂസായിട്ടിരിക്കാൻ പാടില്ല. ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മുറുകി തന്നെ ഇരിക്കണം. ഇപ്പം ഈ കാണുന്ന പോലെ നമുക്ക് ട്യൂബ് ഇട്ട് കൊടുക്കാം. കാരണം നല്ല ടൈറ്റായിട്ടാണ് ട്യൂബ് ഇരിക്കുന്നത്. ഇത് വലിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഈ ഒരു പരുവത്തിന് ടൈറ്റായിട്ടിരിക്കണം. കാരണം എയർ ലീക്ക് ആവാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി എടുക്കുന്നത്. ഇനി ഈ അകത്തോടെ വന്ന ഭാഗത്തിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ അതിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വലിച്ച് ഇതേപോലെ ഈ എൻഡിലേക്ക് കൊണ്ടുവരാം. ഫുള്ളായിട്ട് ഇതേപോലെ അടപ്പിലോട്ട് ചേർത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ആ കുപ്പിയിലേക്ക് ഇട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് മുറുക്കിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇനി ആ കുപ്പി നമുക്കൊന്ന് അമർത്തി പിടിക്കുക ഇതേപോലെ. എന്നിട്ട് ആ പൈപ്പ് ഇതേപോലെ അടച്ചു പിടിക്കാം. എയർ പിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് എയർ പിടിക്കുന്നുണ്ട്. ഇതേപോലെ വെള്ളം നിറഞ്ഞു കിടക്കുവാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് കൂത്താടിയും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ആൺകുട്ടികൾ തന്നെ ആയിരിക്കണം എപ്പോഴും ഇത് അഴിച്ച് കളയുന്നത്. ഇനി നിങ്ങൾക്കും ഈ രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് വെള്ളം എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുപ്പി എടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് കുപ്പി ഒന്ന് മുറുക്കി ഒന്ന് പിടിക്കുക, ഒന്ന് ചളക്കി കൊടുക്കുക. ഇനി ആ പൈപ്പിൻ്റെ എൻ്റെ ഭാഗം ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതാണ്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി കുപ്പി അങ്ങ് താഴെ അങ്ങ് വെക്കുക, തറയെ കൊണ്ട് വെക്കുക. അത് ഓട്ടോമാറ്റിക്കലി വെള്ളം അതിനകത്തേക്ക് വരും. വെള്ളം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുപ്പി 1-2 പ്രാവശ്യം ഇതേപോലെ നമയ്ക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കൈ ഉപയോഗിച്ച് ആ ട്യൂബും വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. എൻ്റെ ഒരു കൈ മൊബൈലായതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. 2-3 പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്കും ആ കുപ്പി നിറച്ചും വെള്ളം ആയിക്കോളും. വെള്ളം മൊത്തം അതിനകത്തുനിന്ന് ഇങ്ങി പോകുന്നോളും. എൻ്റെ ഇപ്പോൾ ഏകദേശം നമ്മുടെ കുപ്പി നിറയാറായിട്ടുണ്ട്. ഏകദേശം ഫുള്ളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതങ്ങ് എടുത്തു. ഇനി ഈ വെള്ളം നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനിലേക്ക് തന്നെ നമുക്കങ്ങ് ഒഴിച്ച് കളയാം. ഇതിനെന്തായാലും അധികം സ്മെല്ലൊന്നും ആകാൻ തുടങ്ങിയിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. കണ്ടോ, ഇതിപ്പം ഫുള്ള് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് മൊത്തം പിടിച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് മൊത്തത്തിൽ അതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.